നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂൾ ആരംഭിക്കുന്ന നോക്കാം വാർത്തകൾ ചുരുക്കത്തിൽ. തമിഴ്നാട് തിരുവണ്ണാമലയിൽ നടക്കുന്ന ലൈംഗികാതിക്രമം. വാഹന പരിശോധനയ്ക്കിടെ യുവതിയെ പോലീസുകാർ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിനിരയായത് ആന്ധ്ര സ്വദേശിയായ പെൺകുട്ടി. അമ്മയെ മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതിക്രമത്തിൽ പോലീസ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ എന്നിവർ അറസ്റ്റിൽ. ഗുജറാത്തിലെ കച്ച് ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന് പിന്നാലെ ഡൽഹിയിൽ കനത്ത മഴ. ഡൽഹിയും പരിസര പ്രദേശങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗതക്കുരുക്ക്. റോഡ് വ്യോമ ഗതാഗതത്തെയും മഴ ബാധിച്ചു. അടുത്ത 3 ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. നവരാത്രി നിറവിൽ ഉത്തരേന്ത്യ ആഘോഷങ്ങൾക്ക് പകിട്ടേകി ഗ്ലോബൽ ഗർബ ഫെസ്റ്റിവൽ. ഗ്ലോബൽ ഗർബ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് സാംസ്കാരിക മന്ത്രാലയവും ഗുജറാത്ത് ടൂറിസവും VPDB ഗ്രൂപ്പും സംയുക്തമായി. വിദേശികളടക്കം 100 കണക്കിന് ആളുകൾ പരിപാടിയുടെ ഭാഗമായി. ബംഗളൂരുവിൽ 32കാരിയെ ഭീഷണിപ്പെടുത്തി യുവാവ് തട്ടിയത് 17 ലക്ഷം രൂപ. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സ്മരൂപ് ഗൌഡ വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത്. 2022 ഫേസ്ബുക്ക് വഴി സ്മരൂപ് ഗൌഡയെ യുവതി പരിചയപ്പെടുന്നത്. രാജ്യത്തെ പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ 28% വർധനയെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട്. പുറത്തുവിട്ടത് 2023 റിപ്പോർട്ട്. ഈ കാലയളവിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ 28% വർദ്ധിച്ചതായി കേന്ദ്ര ഏജൻസി ഡാറ്റകൾ.